ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പൊ ഗൈസ് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. അതിന് നമ്മള് ലിപ് ബാം ഇടുക. ഇട്ടൊക്കെയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ലിപ്സ്റ്റിക് ഇടുമ്പോ ലിപ്പ് നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കും. ആൻഡ് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ ബേബി ക്രീമായിട്ടാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. ആൻഡ് ലാക്മിയുടെ SPF 50 PA+++. ഈ ലാക്മിയുടെ ജെൽ സൺസ്ക്രീൻ ആയിട്ട് കാണിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ഇട്ട് കൊടുക്കാം. ക്രീമാണ് അത്ര ഇഷ്ടപ്പെടാനുള്ള ഗൈസ്. ഇപ്പൊ നമ്മൾ ചെയ്തത് മേക്കപ്പിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് മെയിൻ കാര്യത്തിൽ കിടക്കാം. ഇനി നമുക്ക് ഈ കൺസീലറും സ്ട്രോപ്പ് ക്രീമും മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ കൺസീലർ എടുത്തിട്ട് ഇവിടെ അങ്ങ് തേക്കുക. സ്ട്രോപ്പ് ക്രീം അടയാം. നമ്മളത് ചെയ്തു ഗൈസ്. അപ്പൊ എങ്ങനെയുണ്ട്? ഗ്ലോയി ആയിട്ടില്ല, ഗ്ലോയി. ഇനി നമുക്ക് ഐഷാഡോ ഇടാം. നമുക്ക് ഇതും സെലക്ട് ചെയ്യാം. ആദ്യം നമ്മൾ ഇത് എടുത്തിട്ട് കണ്ണിൽ തേക്കണം. എടുത്തിട്ട് ഐലൈനർ എഴുതാം. ഞാൻ പോയി കണ്ണേര് നോക്കി ചെയ്തിട്ടല്ല, അത് ഇതെനിക്കറിയില്ല ഗൈസ്. നമസ്കാരം. ഇതിട്ടാലാണ് നമ്മുടെ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആവും. നമുക്ക് ഇതിട്ടാം. ഇപ്പൊ ചെയ്യാമേ. ഇങ്ങനെ മാറ്റിയിട്ട് ഇങ്ങനെ ചെയ്യണം. അടിയിലും ചെയ്യണം കേട്ടോ. അങ്ങനെ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആയി. എങ്ങനെയുണ്ട്? നമുക്ക് ഐബ്രോ കൂടി ചെയ്താം. ഐബ്രോ കണ്ടോ? എന്റെ പെരുവത്തിന് കുറച്ച് നീട്ടം കൊടുത്തില്ല കേട്ടോ. ഇങ്ങനെ എന്നും വരച്ചെടുത്തിരുന്ന ഒരു ഫിനിഷിങ് ലുക്ക് കിട്ടൂല കേട്ടോ. നമുക്ക് ബ്ലഷ് ഇടണം. ബ്ലഷ് ഇല്ലെങ്കിൽ ഒരു രസമില്ല. ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ ഞാൻ ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കറക്നർ ആട്ടോ. കറക്നർ. ഓക്കെ, നമ്മുടെ ലിപ്സ്റ്റിക്കിലേക്ക് കറക്കുക. ഓൾറെഡി നമ്മൾ ലിപ് ബാം ഇട്ട് ചെയ്യണ്ടാണ്, അതുകൊണ്ട് ഇപ്പൊ ലിപ്സ്റ്റിക് ഇടാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പൊ ഞാനിവിടെ ഷുവറിന്റെ പിന്നെ മാഴ്സിന്റെയും ലിപ് കോംബോ ആണ് ട്രൈ ചെയ്യാൻ പോണത്. ഓക്കെ, ഇത് ആദ്യത്തെ ഷെയ്ഡ് ഇട്ടാ. ഇത് ഇത്ര മതി. നമുക്ക് ആഡ് ചെയ്യേണ്ടത് മാഴ്സ്. ഫസ്റ്റ് ഞാൻ എപ്പോഴും കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുക. 2 ലിപ്സ്റ്റിക്കുകൾ കമ്പൈൻ ചെയ്തു. അപ്പൊ ഇതാണ് ഗൈസ് എന്റെ ഓവറോൾ ലുക്ക്. അപ്പൊ ഇഷ്ടം എല്ലാവരും ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.